ഓരോ ദിവസവും കേരളം ഉണരുന്നത് ഓരോ ഞെട്ടിക്കുന്ന വാർത്തകളുമായിട്ടാണ്. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ കേസ് അമ്മയുടെ നിർണായക മൊഴി പുറത്തു വന്നിരിക്കുകയാണ്. ഭർത്താവിൻ്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടാണ് താൻ ഈ ഒരു ക്രൂരകൃത്യം ചെയ്തത് എന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത്. 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞതിൻ്റെ പ്രധാന കാരണം ഭർത്താവിൻ്റെ കുടുംബം തന്നെ ഒറ്റപ്പെടുത്തിയത് കൊണ്ടെന്നാണ് യുവതി പറയുന്നത്. കുട്ടിയിൽ നിന്ന് പോലും തന്നെ മാറ്റി നിർത്താൻ ഭർത്താവിൻ്റെ കുടുംബം ശ്രമിച്ചിരുന്നു. ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ഒരുങ്ങിയതുകൊണ്ടാണ് താൻ ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് പോയതുമെന്നും യുവതി പറഞ്ഞു. കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച വിവരം താൻ അറിഞ്ഞിട്ടില്ല എന്നും യുവതി ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലായിരുന്നു ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ഉണ്ടായത്. കുഞ്ഞുമായുള്ള ബന്ധം മുതലെടുത്ത് അടുത്ത ബന്ധു കുഞ്ഞിനെ ക്രൂരമായി പീഡനത്തിനിരയാക്കി. അമ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുന്നതിന് തൊട്ടു മുൻപാണ് പെൺകുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. കുഞ്ഞു മൃതദേഹത്തിലെ ആദ്യഘട്ട പരിശോധനയിൽ തന്നെ കുഞ്ഞു ക്രൂര ബലാത്സംഗത്തിനിരയായതായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജൻ കണ്ടെത്തി. 1-2 വട്ടമല്ല, നിരന്തരം കുഞ്ഞിനെ ചൂഷണം ചെയ്തതായി ഡോക്ടർ പോലീസിനെ അറിയിച്ചു. പ്രകൃതി വിരുദ്ധ പീഡനത്തിന് പോലും ഇരയാക്കി. മാത്രമല്ല, കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപും കുഞ്ഞിന് ഉപദ്രവം നേരിട്ടതായി തെളിവുകൾ ലഭിച്ചു. അതീവ ഗൗരവ റിപ്പോർട്ടിന് പിന്നാലെയാണ് പോലീസിന്റെ അന്വേഷണം ബന്ധുക്കളിലേക്ക് നീങ്ങിയത്. കുഞ്ഞിന്റെ സംസ്കാരം പൂർത്തിയായ അന്ന് രാത്രി തന്നെ അച്ഛന്റെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്തു. വീട്ടിലെ സ്ത്രീകളുടെ മൊഴിയെടുത്തു. അടുത്ത ബന്ധുവിലേക്ക് സംശയം നീളുന്നതായിരുന്നു പലരുടെയും മൊഴി. ഒരു തവണ ചോദ്യം ചെയ്ത ഇയാളെ വിട്ടയച്ചു. മറ്റ് 2 ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു. തെളിവുകൾ നിരത്തിയതോടെ ഒടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. തനിക്ക് കയ്യബദ്ധം പറ്റിയെന്ന് പറഞ്ഞ് ഇയാൾ പൊട്ടിക്കരഞ്ഞു. കൊല്ലപ്പെട്ട അന്ന് രാവിലെയും പ്രതി കുഞ്ഞിനെ ബലാത്സംഗം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. പോക്സോ കേസിൽ ബലാത്സംഗം, അടുത്ത ബന്ധുവിൽ നിന്ന് നേരിടുന്ന ലൈംഗിക ചൂഷണത്തിന് ചേർക്കുന്ന വകുപ്പ് എന്നിവയാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കുഞ്ഞിൻ്റെ വീട്ടിൽ ഫോറൻസിക് സംഘം പരിശോധന പൂർത്തിയാക്കി. ഇത്തരത്തിൽ ചെറിയ കുഞ്ഞുങ്ങളെ, പിഞ്ചു കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് ഈ നരഭോജികൾക്ക് ഇത്തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റുന്നില്ല. വെറും 4 വയസ്സ് മാത്രം പ്രായമുള്ള ഈ പിഞ്ചു കുഞ്ഞിനെ ഇത്രയും വലിയ ബുദ്ധിക്ക് സ്ഥിരതയില്ല, ബുദ്ധിബോധമുള്ളെന്ന് പറഞ്ഞ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത വെറും എന്താ പറയുക, കാട്ടാള ജന്മം ഈ ഒരു കുഞ്ഞിനെ ഇങ്ങനെ നിരന്തരം ഉപയോഗിക്കുമ്പോൾ അവൻ്റെ മനസ്സൊക്കെ എന്താണ്? എങ്ങനെയാണ് ഇവൻ്റെയൊക്കെ ശിക്ഷ നടപ്പിലാക്കേണ്ടത്? കോടതിയിലേക്ക് വിടേണ്ട ഒരു കേസായിട്ട് നമുക്കെന്നല്ല, ലോകത്താർക്കും ഇത് തോന്നില്ല. നിന്ന നിപ്പിലെ വെടിവെച്ച് തീർക്കുക. എന്തിനാണ് ഇവനെ ഇനി ജയിലിൽ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്തരം രീതിയിലാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.